ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആന്ധ്ര മിഷൻ ടി വിയുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആന്ധ്രാപ്രദേശിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഈ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണമെന്നും എന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു എപ്പിസോഡിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. 2005 ഞങ്ങൾ ആന്ധ്രാപ്രദേശിലെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും മാത്രമാണ് ആദ്യമൊക്കെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങുവാനുള്ള കാരണം, ആന്ധ്രാപ്രദേശിലേക്ക് 2003 ഞങ്ങൾ എത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികൾ വളരെ സംസ്കാരമില്ലാത്ത അവസ്ഥയിൽ, ഇപ്പോഴും കാലത്തിൻ്റെ വളരെ പിന്നിൽ സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടപ്പോഴും, അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായപ്പോഴുമാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് ഞങ്ങൾ എത്തിയത് ആന്ധ്രാപ്രദേശിലെ ചെഞ്ചു എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ ഇടയിലാണ്. ഈ ചെഞ്ചു എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തെക്കുറിച്ച് നമുക്കറിയാം. അവർ ആന്ധ്രാപ്രദേശിലെ മഹബൂബ് നഗർ, നല്ലമല തുടങ്ങിയ വനാന്തരങ്ങൾ അതിൻ്റെ ഉള്ളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് ജോലികൾ ചെയ്യാൻ അറിയില്ല. പൂക്കൾ ശേഖരിക്കുക, അതുപോലെ കാട്ടുമൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ജീവിത രീതികൾ. യാതൊരു സംസ്കാരവുമില്ല. വനത്തിൻ്റെ ഏതാണ്ട് വനത്തിൻ്റെ ഉൾഭാഗത്താണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വന നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ചെഞ്ചു എന്ന് പറയുന്ന ആദിവാസി സമൂഹത്തെ ഗവൺമെൻറ് ഈ വനത്തിൽ നിന്നും പുറത്താക്കി. അവർ ഇങ്ങനെ കൂട്ടമായിട്ട് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ അവർക്കറിയില്ല. ആന്ധ്രാപ്രദേശിൻ്റെയും ഇപ്പോഴുള്ള തെലങ്കാനയുടെയൊക്കെ പല ഭാഗങ്ങളിലും അവരിങ്ങനെ ഓരോ സ്ഥലങ്ങൾ അലഞ്ഞ് സഞ്ചരിക്കുകയായിരുന്നു പതിവ്. അങ്ങനെ സഞ്ചരിക്കുമ്പോഴും അടുത്ത് കാണുന്ന, അല്ലെങ്കിൽ അവർ താമസിക്കുന്നതിന് സമീപമുള്ള സ്ഥലങ്ങളിലെ ഉടുമ്പ്, അണ്ണാന്, മുയൽ, കുളക്കോഴി ഇങ്ങനെയുള്ള ജീവികളൊക്കെ പിടിച്ചാണ് അവർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. യാതൊരു സംസ്കാരവുമില്ല. അവർക്ക് വസ്ത്രങ്ങളൊന്നും ധരിക്കുവാൻ അറിയില്ല. ഉള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവരിങ്ങനെ അപരിഷ്കരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആധാർ കാർഡുകൾ പോലുള്ള കാർഡുകളൊന്നും തന്നെയില്ല. അങ്ങനെ വെസ്റ്റ് ഗോദാവരിയിലെ ജഗനപേട്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തെ, കുറച്ച് കുടുംബങ്ങൾ, ഒരു 10-15 കുടുംബങ്ങളുടെ ഇടയിലേക്ക് ഒരിക്കൽ ഞാൻ കടന്നു ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് സാധാരണ ആർക്കും പ്രവേശനമില്ല. മറ്റുള്ളവരാരുമായിട്ടും അവർക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഏതാണ്ട് 3 അടി പൊക്കം മാത്രമുള്ള കുടിലുകൾ, ശരിയായ വസ്ത്രം ധരിക്കാത്ത സ്ത്രീകൾ നമ്മളെ കാണുമ്പോൾ പെൺകുട്ടികളും അവർ ആ 3 അടിയുള്ള കുടിലുകളിലേക്ക് പോകും. പിന്നെ പുരുഷന്മാർ വളരെ അല്പവസ്ത്രം മാത്രമാണ് ധരിച്ചുകൊണ്ടിരുന്നത്. അവരുമായിട്ടൊന്ന് സംസാരിക്കുവാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു സംസ്കാരമോ ഒന്നും തന്നെയില്ല. മറ്റുള്ള യാതൊരു ആൾക്കാരുമായിട്ട് ബന്ധമില്ല. എന്നാൽ തന്നെ ഇവർ വളരെ പേടിക്കേണ്ട ഒരു ജീവിത രീതിയുള്ളവരാണ്. ഒരാളെ കൊന്നാൽ പോലും കേസില്ല. അങ്ങനെയുള്ളൊരു ആദിവാസി സമൂഹമായിരുന്നു ഈ ചെഞ്ചു എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗം. അപ്പോൾ എന്തായാലും കുറച്ച് കാലങ്ങൾ അവർക്ക് ഞങ്ങൾ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തു, വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുത്തു. വളരെ തുടർച്ചയായിട്ട് അവരെ ഞങ്ങൾ സന്ദർശിക്കുവാൻ തുടങ്ങി. അങ്ങനെ സന്ദർശിക്കുവാൻ തുടങ്ങിയതോടുകൂടി അവരുടെ ഇടയിൽ അവരും ഞങ്ങളുമായിട്ടുള്ള ഒരു അകലം കുറഞ്ഞു വന്നു. അങ്ങനെ വളരെ കാലഘട്ടങ്ങൾ കൊണ്ട് അവരുടെ ഇടയിൽ നല്ല പ്രവർത്തനങ്ങൾ. ആദ്യമായിട്ട് അവർക്ക് ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ ക്ലാസ്സുകൾ കൊടുത്തു, വസ്ത്രങ്ങൾ കൊടുത്തു, നന്നായിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ അവർക്ക് കൊടുത്തു. അവരുമായിട്ട് നന്നേ ഇടപഴകി ഇങ്ങനെ ജീവിച്ചു. ഇത് 2005 മുതൽ തുടർന്ന് വന്നതിന് ശേഷം ഏതാണ്ട് 2010 ഒക്കെ ആയപ്പോഴാണ് അവർ നമ്മളുമായിട്ടൊന്ന് അവരുടെ മനസ്സ് പങ്കുവയ്ക്കുവാനും നമ്മളുമായിട്ടൊന്ന് അടുക്കുവാനൊക്കെ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം, പഞ്ചായത്തിനെ നമ്മൾ സമീപിച്ചതിന് ശേഷമായിട്ട് അവർക്ക് വീടുകൾ വെച്ച് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനൊക്കെ നമ്മൾ പോയി കണ്ടിട്ട് അവർക്ക് ആധാർ കാർഡുകൾ ഉണ്ടാക്കുവാനും, അതുപോലെ അവർക്ക് വേണ്ട റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അവിടുത്തെ സർക്കാരിനോട് നമ്മൾ അഭ്യർത്ഥിച്ചു. ഇതിനിടയിൽ അവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, സ്കൂളിൽ പോകാനുള്ള പ്രത്യേകിച്ചുള്ള അറിവൊന്നും അവർക്കില്ല. അവരുടെ കുട്ടികളെ നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിക്കുവാൻ, നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ അവരുടെ ഇടയിൽ പോയിട്ട് അവർക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. ഇതിനിടയിലുണ്ടായ വലിയൊരു പരീക്ഷണമെന്ന് പറഞ്ഞാൽ, ഇവർ മദ്യവും മയക്കുമരുന്നും ഒക്കെ ധാരാളം ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ്. അതായത് അവർ തന്നെ വാറ്റുചാരായങ്ങൾ ഉണ്ടാക്കി കുടിക്കും. അതുപോലെ തന്നെ പുറത്തു നിന്നും മദ്യം അവർ വാങ്ങും. പിന്നെ അവർക്ക് കിട്ടുന്ന ഒരു വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഉടുമ്പ് അതുപോലുള്ള ചില മൃഗങ്ങളെയൊക്കെ പിടിച്ച് വെളിയിൽ കൊണ്ടുപോയി വിൽക്കും. അതുപോലെ കുളക്കോഴി, കൗസ്പിട്ട എന്നാണ് ഈ കുളക്കോഴിക്ക് തെലുങ്കിൽ പറയുന്നത്. അതിനെ കൊണ്ടുപോയി ഇവർ കൂട്ടമായിട്ട് അതിനെ പിടിച്ചുകൊണ്ടുപോയി വെളിയിൽ കൊണ്ടുപോയി ഹോട്ടലുകളിലൊക്കെ കൊടുക്കും. അതിൻ്റെ ഒരു വരുമാനം കിട്ടും. ഈ കിട്ടുന്ന വരുമാനവും അവർ മദ്യപിച്ച് തീർക്കുകയാണ് പതിവ്. ഇവരുടെ ഇടയിൽ പ്രവർത്തനം തുടങ്ങുക എന്ന് വെച്ചാൽ, അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ വലിയ
ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാലും 2005 മുതൽ തുടർച്ചയായിട്ട് അവരുടെ ഇടയിൽ ഞങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതുപോലെ തന്നെ മറ്റ് ആദിവാസി സമൂഹങ്ങളുടെ ഇടയിലേക്കും ട്രൈബൽ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിലേക്കും ആന്ധ്രാപ്രദേശിലുള്ള ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിലേക്കൊക്കെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം ഈ ചെഞ്ചു വിഭാഗത്തിൻ്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇവർ മദ്യപാനവും മയക്കുമരുന്നും കഞ്ചാവടക്കമുള്ള ഈ ലഹരി വസ്തുക്കളൊക്കെ നിന്നും മോചനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ എന്നാലും നിരന്തരമായിട്ടുള്ള പരിശ്രമം അവരുടെ പരിശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ബോധവൽക്കരിക്കുകയാണ്. നമ്മൾ അവരുടെ ഇടയിൽ ചെന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും, അവർക്ക് വസ്ത്രം കൊടുക്കും, ഒക്കെ ഇതൊക്കെ ഈ സഹായങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ ആരംഭിച്ചതിന് ശേഷമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ മാന്യമായി ജീവിക്കണം, നിങ്ങൾ മാന്യമായിട്ട് ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഒരു വില ഉണ്ടാവുകയുള്ളൂ നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ തീർച്ചയായിട്ടും കുറേ കാലങ്ങളുടെ നമ്മുടെ ഈ പ്രയത്നങ്ങൾ കൊണ്ട് നമ്മളുടെ ഈ ക്ലാസ്സുകളും അതുപോലുള്ള നമ്മുടെ ഈ ഒരു ബോധവൽക്കരണം കൊണ്ട് അവരിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. കുറച്ച് വർഷങ്ങൾ, അതിന് 2010 ആയപ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. അവരുടെ കുട്ടികൾക്ക് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി തുടങ്ങി. അതിനെയൊക്കെ നമ്മൾ വളരെ ശക്തമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ഇതിനുവേണ്ടി കേരളത്തിൽ നിന്നുള്ള ചില സംഘടനകൾ, മിഷണറി സംഘടനകളൊക്കെ വലിയ നല്ല നിലയിൽ പല സഹായങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ, കേരളത്തിൽ നിന്നൊക്കെ വസ്ത്രങ്ങൾ അവിടെ കൊണ്ട് എത്തിച്ചു തന്ന ഒരുപാട് നമ്മുടെ സ്നേഹിതരുണ്ട്. അപ്പം അവരോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമൂഹത്തിന്, ഈ ചെഞ്ചു എന്ന് പറയുന്ന ആ ഒരു ഗോത്ര വിഭാഗത്തിന് തന്നെ വലിയൊരു മാറ്റം ഉണ്ടായി. ഇത് തന്നെയുമല്ല, ഈ നല്ലമല മഹബൂബ് നഗറിൽ നിന്നൊക്കെ ഈ വനാന്തരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഈ ഒരു സമൂഹം അവരുടെ ഒരുപാട് ബന്ധുക്കൾ ഈ ആന്ധ്രാപ്രദേശിൽ തന്നെ പല സ്ഥലങ്ങളിൽ ചിതറി പാർക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈസ്റ്റ് ഗോദാവരി, ആ ഈസ്റ്റ് ഗോദാവരിയുടെ പല സ്ഥലങ്ങളിൽ ഇവരൊക്കെ 10ഉം 20ഉം കുടുംബങ്ങളായിട്ട് ഇങ്ങനെ ചിതറി പാർക്കുകയാണ്. ഇവർക്കൊന്നും ആർക്കും തന്നെ ഏതെങ്കിലും ജോലി ചെയ്യണമെന്നുള്ള അറിവ് അവർക്കില്ല. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സമ്പാദിക്കണമെന്നുള്ള അറിവില്ല. കുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയക്കണമെന്നുള്ള ഒരറിവൊന്നും അവർക്ക് ഇല്ല. അവർ ഈ മൃഗങ്ങളെയൊക്കെ ഭക്ഷിച്ച് അവർക്കിങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഇടയിൽ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രതീക്ഷ നമ്മളുടെ ഈ ബോധവൽക്കരണത്തിലൂടെ അവർക്ക് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അത് വലിയ മാറ്റമാണ് അവർ സൃഷ്ടിച്ചത്. മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ്റിനോ പഞ്ചായത്തിനോ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ മാറ്റങ്ങളാണ് നമ്മൾ അവരുടെ ഇടയിൽ ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഞാൻ വരുന്ന എപ്പിസോഡുകൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോകൾ, ഫോട്ടോകൾ ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ കാണുകയും ഈ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത്.